മെമ്മറി കാർഡ് വിവാദത്തിൽ താരസംഘടനയായ അമ്മയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. 15 താരങ്ങളിൽ നിന്ന് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കുകയാണ്. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഏറെ വിവാദങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഈ മെമ്മറി കാർഡിനെ ചൊല്ലിയാണ്. എങ്ങനെയാണ് ഈ വിവാദങ്ങളിലെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ക്ഷമിക്കണം, ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ നടത്തുന്ന, അതായത് അവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്ന ഒരു വലിയ നടപടി എന്ന രീതിയിലാണ് അവരുടെ വലിയ വിവാദങ്ങളിലേക്ക് മെമ്മറി കാർഡ് വിവാദം എത്തിച്ചിരുന്നു. അതിലൊരു തുടർ നടപടി എന്ന രീതിയിൽ സുപ്രധാനമായ തീരുമാനമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പുതിയ ഭരണസമിതി എടുത്തിരുന്നത്. ഇതിന് 5 അംഗ കമ്മീഷനാണ് രൂപീകരിച്ചത്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, അതോടൊപ്പം തന്നെ ജോയ് മാത്യു, നടൻ ദേവൻ, ശ്രീലത നമ്പൂതിരി, അങ്ങനെ തുടങ്ങിയ 5 അംഗ പേരടങ്ങുന്നതാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട 14ഓളം പേരാണ് ഇതിലുള്ളത്, നടിമാര്. ഇവരെ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ നടപടി ഇന്നലെയും തുടർന്നു. ഇന്ന് ഇത് അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ മീറ്റു സംബന്ധിയായ വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ വിളിച്ചു ചേർക്കപ്പെട്ട യോഗത്തിൽ പല കാര്യങ്ങളും പലരും ചർച്ച ചെയ്തിരുന്നു. ഇത് ഒരു മൊബൈൽ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അതൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റുകയും എല്ലാം ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കാർഡ് നഷ്ടപ്പെട്ടുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ പ്രധാനമായും ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ തന്നെയായിരുന്നു പ്രധാന ആരോപണം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഒരു അന്വേഷണം നടത്തുമെന്ന് പുതുതായി രൂപീകരിക്കപ്പെട്ട ഭരണസമിതി ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇതിൽ ഒരു 5 അംഗ സമിതി രൂപീകരിച്ചു. 60 ദിവസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ അത് എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കാനുമാണ് തീരുമാനിച്ചത്. വേണമെങ്കിൽ പിന്നീട് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ വിശദീകരണം നൽകുമെന്നും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ഇക്കാര്യത്തിലുള്ള ഒരു നടപടികളെല്ലാം തന്നെ തുടരുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്നും ഈ വിഷയത്തിൽ ഉൾപ്പെട്ട നടിമാരെ വിളിച്ച് വരുത്തുന്നുണ്ട്. കൊച്ചിയിലെ അമ്മ ഓഫീസിലേക്കാണ് ഇവരെത്തുന്നത്. മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നീട് ചേരുന്ന എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിക്കുകയും എന്ത് നടപടി ഇക്കാര്യത്തിൽ വേണമെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് നീക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളും തന്നെ ആലോചിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇതിലുള്ള കമ്മീഷന്റെ ഒരു തെളിവെടുപ്പ്, മൊഴിയെടുപ്പ് ഇതെല്ലാം തുടരുകയാണ്. ഓക്കെ, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.